ഹായ്, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊക്കെ. നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുന്നില്ല. പിന്നെ ആകെ നമ്മുടെ കേരളത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെയും നമ്മൾ അന്വേഷിച്ചു. പക്ഷേ ഒരുപാട് ഡിലേ വരുന്നത് കാരണം അവിടെ നിന്ന് നമുക്ക് സർജറി ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ഈ പറയുന്ന ലാഘവമൊന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു അവസ്ഥ അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്ക് ജീവിതം തന്നെ നിന്നുപോയി എന്ന് വെച്ചാൽ ഇനി മുന്നോട്ട് ജീവിക്കുക, ഒരു അവയവം മാറ്റി ആ സ്ഥാനത്ത് വേറൊരു അവയവം വെച്ച് പിടിപ്പിച്ച് ജീവിക്കാൻ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കഴിയുമെന്ന് വരെ നമ്മൾ ചിന്തിച്ചു. ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നു. ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് നമ്മളടുത്ത് ഡോക്ടർ പറഞ്ഞപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ ഒരു രംഗമൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ നേരിട്ട് നമ്മൾക്ക് ആരെയും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആരെയും പരിചയമില്ല, ഒരാളെപ്പോലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞ സമയത്ത്, അതായത് ഇപ്പോൾ 4-5 വർഷം മുന്നേ, ആ സമയത്തൊന്നും നമുക്ക് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളെയും നമുക്ക് നേരിട്ട് പരിചയമില്ല. പിന്നെ ആകെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് 2-3 നമ്പർ തന്ന് അവരെ ജസ്റ്റ് നമുക്ക് അറിയുന്നില്ല, അവരൊന്ന് വിളിച്ച് ഒന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അത്ര മാത്രമേ അറിയുള്ളൂ. ഇന്നതല്ല, ഇന്ന് ഒരുപാട് ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരുണ്ട്. നമ്മളെ ഇന്നത്തെ ഭക്ഷണ രീതി എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അവിടെ ഇപ്പോൾ മാസം മാസം സർജറി ചെയ്യുന്നുണ്ട്. നമ്മൾ കാണിക്കുന്ന സമയം അവിടെ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ മാത്രമേ സർജറി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചു, അവിടെ നിന്നും ചെയ്തില്ല. പിന്നുള്ളത് എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ഡോണറെയാണ്. നമ്മുടെ കാര്യത്തിൽ ഞാൻ തന്നെയായിരുന്നു ഡോണർ. ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് എനിക്ക് കൊടുക്കാം, ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഘട്ടം അവിടെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത് സാമ്പത്തികമാണ് നമ്മുടെ വലിയൊരു പ്രോബ്ലം. അതായത് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചാൽ വലിയൊരു എമൗണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വേണം. നമ്മളിവിടെ കോഴിക്കോടുള്ള മൈത്ര ഹോസ്പിറ്റൽ, മിംസ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വലിയൊരു എമൗണ്ട് നമ്മളവിടെ കെട്ടിവെക്കണം. അത് കഴിഞ്ഞ് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നമ്മൾ പോയി. അവിടെ പോയിട്ട് നമ്മൾ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ ചെയ്ത് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് ഒന്നും കൂടി അവിടുത്തെ സുധീന്ദ്രൻ ഡോക്ടറെ കണ്ട് ഉറപ്പിച്ചു. അവിടെയും നമ്മൾ ചെയ്യണമെങ്കിൽ വലിയൊരു എമൗണ്ട് നമുക്ക് അവിടെ ആവശ്യം ഉണ്ട്. പിന്നെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലും കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ജിപ്മർ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി. അവിടെ സർജറി വർഷത്തിലൊന്ന് അല്ലെങ്കിൽ 2 എണ്ണം ഇത്രയായിരുന്നു നമ്മൾ ചെല്ലുന്ന ആ ഒരു സമയത്ത് സർജറി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ മാറി മാസത്തിൽ അവിടെ സർജറി നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി. അതെല്ലാം നമ്മൾ തുടർ വീഡിയോയിൽ പറയുന്നതായിരിക്കും.